ഈ ഒരു വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച റാങ്ക് ഫയലിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ്. ഒരു റിവ്യൂ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനിപ്പോൾ ഒരു റാങ്ക് ഫയൽ വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ബുക്ക് കാണിച്ചപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുമോ എന്ന് ചോദിച്ചിട്ട് 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റാങ്ക് ഫയലിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ബെസ്റ്റ് പ്ലസ് അഡ്വാൻസ്ഡ് റാങ്ക് ഫയൽ എന്നാണ്. ഇതിൻ്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് അക്കാദമിയാണ്. ഇത് 4 വോളിയായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വോളിയത്തിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും, സെക്കൻഡ് വോളിയത്തിൽ ഇന്ത്യൻ ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്. വോളിയം 3ൽ വരുന്നത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതായത് സയൻസ് പാർട്ട്, ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ആ ഒരു കല, കായികം, സാഹിത്യം, ആ ഒരു പാർട്ടും. നമ്മുടെ 4ാമത്തെ വോളിയത്തിൽ വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, IT, ഇമ്പോർട്ടൻ്റ് മാത്സും കറണ്ട് അഫെയർസും ആണ്. പിന്നെ ഇതിലെ കണ്ടൻറ് എന്ന് പറയുന്നത് SCERT NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് സിലബസ് ഫോളോ ചെയ്തിരിക്കുന്നത് 10th മെയിൻസിൻ്റെ സിലബസ് ബേസാണ് ഈ ഒരു 4 വോളിയം ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് 10th ലെവൽ എക്സാമിനും +2 ലെവൽ എക്സാമിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് വാങ്ങിച്ചത് വാട്സപ്പ് വഴി ഓർഡർ ചെയ്തിട്ടാണ്. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ആയത് 1300 രൂപയാണ് ബുക്കിന് വരുന്നത്. പക്ഷേ 190 രൂപ കൊറിയർ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 1490 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ആയത്. ഇത് വോളിയം 1 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാർട്ടിൽ വരുന്നത് ഹിസ്റ്ററിയും ജോഗ്രഫിയാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 10th മെയിൻസിൻ്റെ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ആ ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കേരള ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി ഈ ഒരു പാർട്ടിലില്ല. പിന്നെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ വരിയും ഇങ്ങനെ കുനുകുനയല്ല കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്പേസ് വിട്ടിട്ടാണ്, ഒരു വരി കഴിഞ്ഞ് കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത വരി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ വാല്യൂസും അത് ഏത് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത്, അത് SCERT ആണോ NCERT ആണോ എന്നുള്ള കാര്യം അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ സുപ്രധാന നിയമങ്ങളെ പറ്റിയിട്ടാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന റാങ്ക് ഫയൽ കുറച്ച് ഓൾഡ് റാങ്ക് ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ചെറുതായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സെക്ഷൻസ് ഒന്നും അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഓരോ സെക്ഷൻസ് ഇങ്ങനെ നമുക്ക് ക്ലാസ്സിൽ നോട്ട് തരുന്നത് പോലെ, അല്ലെങ്കിൽ ആ ലോ അങ്ങനെ തന്നെ എടുത്തതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ നിയമങ്ങളും. പിന്നെ ഇതിൽ കറണ്ട് അഫെയർസ് 2024 വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാങ്ങിക്കുന്നതിന് മുന്നേ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് അധികമായിട്ട് വരുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി ഏതാണ് നല്ല റാങ്ക് ഫയൽ എന്നുള്ളത്. അതിന് എനിക്ക് കറക്റ്റായിട്ട് ഒരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയണമെങ്കിൽ ഞാൻ എല്ലാ പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയലും വാങ്ങി ഉപയോഗിച്ച് എന്നിട്ടൊരു റിവ്യൂ പറയണം. എൻ്റെ അടുത്തുള്ള ബുക്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്ത റാങ്ക് ഫയലിനേക്കാളും ഇത് ബെറ്ററാണ്, അതെനിക്ക് പറയാൻ പറ്റും. നമ്മുടെ അടുത്ത് ഉള്ള സാധനം വെച്ചാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വേറൊരാൾ വേറൊരു ബ്രാൻഡിൻ്റെ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ അത് അവർക്ക് നല്ലതായിട്ട് തോന്നും. നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളൊരു ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് എല്ലാ റാങ്ക് ഫയലും നോക്കുക. അതിൽ കണ്ടൻറ്റ് എങ്ങനെയാണ് നോക്കുക, ആ ഒരു ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. കാരണം നമ്മളാണത് വായിക്കേണ്ടത്. ആ ഒരു രീതി, അതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് വായിക്കാൻ തോന്നില്ല. പിന്നെ ബുക്കിങ്ങനെ വെറുതെ വാങ്ങിച്ച് അടുക്കി വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് തന്നെ റാങ്ക് ഫയലിൻ്റെ റിവ്യൂസ് ഉണ്ടാവും. അത് ഈ പബ്ലിക്കേഷൻസ് കൊടുക്കുന്ന റിവ്യൂ കാണാൻ പാടില്ല. ഇതുപോലെ ആസ്പിറൻസ് ചെയ്യുന്ന, അതായത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചവർ ബുക്കിനെ പറ്റി പറയും. അങ്ങനെയുള്ള റിവ്യൂസ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ. പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് ഈ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് PSCക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഈ റാങ്ക് ഫയൽ വാങ്ങി യൂസ് ചെയ്തിട്ട് അത് പഠിച്ചിട്ട് ജോലി കിട്ടിയവരെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ റാങ്ക് ഫയലൊന്നും യൂസ് ചെയ്യാതെ പഠിച്ചിട്ട് ജോലി കിട്ടിയവരെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സയൻസ് ടോപ്പിക്കും ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത, അതായത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കുറച്ച് സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുപ്രധാന നിയമങ്ങൾ, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും,
പിന്നെ ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അങ്ങനെയുള്ള കുറച്ചധികം ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണില്ല. അപ്പോൾ അത് പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതി അത് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ടൈം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ വർക്കിംഗ് ആസ്പിറൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ അതിൻ്റേതായ ടൈമിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ PDF വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ PDF വെച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. പക്ഷേ പിന്നെ ആ ഒരു മെത്തേഡ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഈ റാങ്ക് ഫയൽ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു ബുക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരിക്കലും ബുക്കൊക്കെ ഇങ്ങനെ പ്രൊഫഷണലി റിവ്യൂ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, സ്റ്റഡി ബ്ലോഗ്സ് ചെയ്യുന്ന സമയത്ത് കമൻസ് വരും. കുട്ടികൾ ചോദിക്കും, ചേച്ചി ഈ ബുക്കിനെ പറ്റി പറയുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ആ സമയം എനിക്ക് മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ സ്ക്രിപ്റ്റായിട്ട് എഴുതി വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു PVQ ബുക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പല ഡൗട്ടും വരും. അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. അതിനുള്ള റിപ്ലൈ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ബുക്കിന് സ്മെല്ലുണ്ടോയെന്ന് വരെ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വരെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ PVQ ബുക്കിനെ പറ്റി പറഞ്ഞ സമയത്ത് അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി ആ ബുക്ക് വാങ്ങിച്ചിട്ട് ആ ഒരു പൈസയ്ക്ക് അത് വർത്തായിട്ട് തോന്നിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ 150 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു 14 ക്വസ്റ്റ്യനാണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. അതാണ് ആ ഫസ്റ്റ് വോളിയത്തിലുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടി വിചാരിച്ചത് ആ 150 ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യനും അത് ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ബുക്ക് വാങ്ങിക്കുമ്പോൾ എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുവരെ ഒരു ബുക്കിലും കണ്ടിട്ടില്ല. ഒന്നുകിൽ ഒരു 30 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പർ, അത്രമാത്രമേ ഞാൻ മാക്സിമം PVQ ബുക്കിൽ കണ്ടിട്ടുള്ളൂ. ഈ 150 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുമ്പം ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിക്കുന്നത് തന്നെ. പിന്നെ ആ ഒരു വീഡിയോയുടെ അണ്ടറിൽ തന്നെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളും, എത്ര ക്വസ്റ്റ്യൻ പേപ്പറിന് എക്സ്പ്ലനേഷൻ ഉണ്ട്, ഡിഗ്രി ലെവലിന് എക്സ്പ്ലനേഷൻ ഉണ്ടോ, എത്ര പേജ് ഉണ്ട് ബുക്കിന്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈമിൽ എനിക്ക് ബുക്കിനെ പറ്റി പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ, എൻ്റെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബുക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് വാങ്ങിക്കാൻ പോകുന്നത്, അഥവാ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചത് എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല. എൻ്റെ അടുത്തുള്ള ഞാൻ വാങ്ങിച്ച ഒരു ബുക്കിൻ്റെ കാര്യം അത് ഞാൻ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇപ്പം എനിക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യം, അതായത് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബുക്ക് അല്ലെങ്കിൽ ഞാൻ ചേർന്ന ഒരു ഓൺലൈൻ ക്ലാസ്, അതൊന്നും വേറൊരാൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മിസ്സിൻ്റെ ആ ഒരു ടീച്ചിങ് സ്റ്റൈല് എനിക്കിഷ്ടപ്പെട്ടാൽ അതേസമയം എൻ്റെ ഒരു ഫ്രണ്ടിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ ബുക്സിൻ്റെ കാര്യവും. എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഈ 150 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ആ ഒരു കാര്യമാണ് എൻ്റെ മൈൻഡിൽ ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത്, അതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണെങ്കിലും അത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്ന് കൂടെ നോക്കുക. അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ അടുത്ത് ചോദിക്കുക. കാരണം ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരിതാണ്. അപ്പോൾ അത് മാക്സിമം നല്ലതായിരിക്കണം. നല്ലതാണെങ്കിൽ മാത്രമല്ലേ നമുക്കത് എക്സാമിന് യൂസ് ആവുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബുക്കിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അത് എനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഞാൻ റിപ്ലൈ തരും. മാക്സിമം വേഗം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു റാങ്ക് ഫയലിൻ്റെ പേജുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് വല്ല കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വരുമോയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ ബുക്കിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അത് കോപ്പിറൈറ്റ് ആണെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേ. ഈ ഒരു റാങ്ക് ഫയലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ തോന്നിയ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.
where the stars align. We lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams, caught in the spell of the cosmic